ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി എന്ന വിവരം സ്ഥിരീകരിക്കാത്തതായി പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. വരുന്ന മിനിറ്റുകൾ നിർണായകമാണ്. കെ വി ബൈജു അടക്കമുള്ള സംഘം അങ്ങോട്ടേക്ക് മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളെ കാണുന്ന ഇടത്തേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. വരുന്ന മിനിറ്റുകളിൽ പ്രേക്ഷകർക്ക് ഈ സ്ക്രീനിൽ സിദ്ധരാമയ്യയുടെ പ്രതികരണം ലഭ്യമാകും. വെല്ലുവിളിയായി കനത്ത മഴ കൂടിയുണ്ട്. അവിടെ കനത്ത മഴയാണ്. അസാധാരണ കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കിടയിലാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. ഷിരൂരിലെ രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാവുന്നത് പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഈ പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിൽ നിന്ന് ജീവൻ പണയം വെച്ച് ഈ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരുന്നു എന്നതാണ് വെല്ലുവിളി. ഇവിടെ സൈന്യം കൂടി കളത്തിലിറങ്ങിയതോടെ ഇനി വേഗത, കൂടുതൽ വേഗത, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടേക്കാണ് തീരുമാനം ഇനി ഉണ്ടാവേണ്ടത്. വരുന്ന മിനിറ്റുകളിൽ സിദ്ധരാമയ്യ മാധ്യമങ്ങളോട് പറയും എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അവിടെ കണ്ടെത്തിയത്, എന്താണ് അവിടുത്തെ സാഹചര്യം. ഒപ്പം ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ പിഴവുകൾ, രക്ഷാപ്രവർത്തനത്തിലുണ്ടായ പിഴവുകൾ, കേരളത്തിൽ നിന്നും അടക്കമുണ്ടായ വിമർശനങ്ങൾ, ഇനി അങ്ങോട്ട് മുന്നോട്ട് ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം, നിലവിലുണ്ടായ പുരോഗതി, ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തമായ ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. ഇവിടെ നിർണായകമായത് ഒരു കാര്യം നമുക്ക് പ്രത്യേകം പരാമർശിക്കാം. കഴിഞ്ഞ ദിവസം സ്ഥലത്തെ കോൺഗ്രസ് MLA നടത്തിയ ഇടപെടലുകളാണ്. അദ്ദേഹം സ്ഥലത്തെത്തിയാണ് മാധ്യമപ്രവർത്തകർക്കടക്കം സ്ഥലത്തേക്ക് പ്രവേശനം അനുവദിക്കുകയും അത്തരമൊരു നീക്കമൊക്കെ ഉണ്ടായത്. അങ്ങനെ പലതരത്തിലുള്ള പല ഇടപെടലുകൾ വൈകിയെങ്കിലും ആ രക്ഷാ ദൗത്യ സംഘത്തിന് മുന്നിൽ ഉണ്ടായി എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കനത്ത മഴയാണ്. മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്നു. ഇതിനകം തന്നെ മണ്ണിടിഞ്ഞു വീണ ഇടയിലൂടെ വീണ്ടും വെള്ളച്ചാലുകൾ രൂപപ്പെട്ട് വെള്ളമൊഴുകുകയാണ്. അങ്ങനെയെങ്കിൽ ഇനിയും മണ്ണിടിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അത്തരം സാഹചര്യങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. വലിയ പാറക്കല്ലുകളും മറ്റും ഈ മണ്ണിനിടയിലൂടെ പുറത്തേക്ക് തെറിച്ചു വീഴുന്നുണ്ട് എന്നതാണ് ഈ മണ്ണൊലിപ്പ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. നേരത്തെ തന്നെ ഈ രക്ഷാദൗത്യത്തിന് അവിടെ വലിയ കല്ലുകളൊക്കെ മാറ്റിയാണ് രക്ഷാദൗത്യം നടത്തേണ്ടി വരികയും ചെയ്തത്. അങ്ങനെ ആ ദൗത്യം അവിടെ പുരോഗമിക്കുകയാണ്. ബൈജി അടക്കമുള്ള സംഘം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് അവിടെ നിന്ന് നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്, നിലവിലെ അവിടുത്തെ സാഹചര്യം, ഇക്കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്തു പറയുമെന്ന പ്രധാനപ്പെട്ട കാത്തിരിപ്പാണ്. നമുക്ക് ആ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. ബൈജു, അവിടേക്ക് എത്ര ദൂരത്ത് നിന്ന് ഈ സിദ്ധരാമയ്യ മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അങ്കോള ഗസ്റ്റ് ഹൗസിൽ വെച്ച് കാണാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അങ്കോളയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്നും 7 കിലോമീറ്ററോളം ഉണ്ട് അങ്കോള ഗസ്റ്റ് ഹൗസിലേക്ക്. അവിടെ നിന്നും കാണാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ ഏതെങ്കിലും തരത്തിൽ മാധ്യമപ്രവർത്തകരെ കാണുന്നത് പോയിട്ട് ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അപകടകരമായിരിക്കുന്നു സാഹചര്യം. മുഴുവൻ വളരെ പ്രതികൂലമായ കാലാവസ്ഥ, ശക്തമായ കാറ്റ്. ഇപ്പോൾ തൊട്ടു മുൻപിൽ നമ്മൾ കടന്നു വരുമ്പോൾ നേവിയുടെ സംഘം പൊടിയിൽ നിന്നും അതിവേഗം പുറത്തേക്ക് കരയിലേക്ക് വരുന്ന സാഹചര്യം. കാരണം പൊടിയിലൊക്കെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. എന്നാലും ആശങ്ക കനക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അവസാന പ്രതീക്ഷ വാഹനം കണ്ടെത്തിയെന്ന് നമുക്കൊരു സൂചന ലഭിക്കുമ്പോഴും സ്ഥിരീകരിക്കാത്ത വിവരം ലഭിക്കുമ്പോഴും ഇപ്പോഴുള്ള ഈ കാലാവസ്ഥ, ഈ അതിശക്തമായ മഴ, ഒരു പക്ഷേ വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടായേക്കും. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ ഇന്നലെ തന്നെ വന്നിരുന്നു. അതിന്റെ ഭാഗമായാണോ ഇത്തരത്തിൽ ശക്തമായ മഴയുണ്ടാകുന്നതെന്ന ആശങ്കയുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി സംഘവും ഇപ്പോൾ അങ്കോളയിലേക്ക് പോയിരിക്കുന്നു. അവിടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളെ കാണും. നമുക്ക് ആ വിവരം തത്സമയം എന്തായാലും നൽകാൻ പറ്റും. നമ്മളും ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഏതായാലും തത്സമയം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അങ്കോളയിൽ നിന്നും ഏതായാലും വിരിച്ചകം നമുക്ക് നൽകാൻ പറ്റും. സൈറ്റ് അതെ, 7 കിലോമീറ്റർ അകലെയാണ് അങ്കോള ഗസ്റ്റ് ഹൗസ്. ഗസ്റ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളെ കാണും സിദ്ധരാമയ്യ. നിലവിൽ നമ്മൾ ഈ ആശങ്കപ്പെടുന്ന കാര്യങ്ങൾക്കെല്ലാം ഉത്തരം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്തായാലും ആ പ്രധാനപ്പെട്ട വിവരമുണ്ടാകും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണും. അങ്കോള ഗസ്റ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുരന്തമുഖത്ത് നിന്നും മാധ്യമ
സംഘവും ഇപ്പോൾ ഈ അങ്കോള ഗസ്റ്റ് ഹൗസിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അവിടെ നിന്നും എന്താണ് അവർ പങ്കുവയ്ക്കുന്നത്, മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വരുന്ന മിനിറ്റുകളിൽ ഏകദേശം 10 മിനിറ്റിനുള്ളിൽ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനാവും. അതെ, ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെ, നിർണായക ഘട്ടത്തിലൂടെ ഈ തെരച്ചിൽ, ഈ ദൗത്യം മുന്നോട്ട് പോകുന്നു എന്നതാണ് സാഹചര്യം. പ്രതികൂലമായ കാലാവസ്ഥ, അത് വളരെ ദുഷ്കരമാണ് സാഹചര്യങ്ങൾ. ഒറ്റപ്പെട്ട ഇടമാണ്, അവിടേക്ക് എത്തിപ്പെടുക തന്നെ ദുഷ്കരമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. തുടർച്ചയായ മണ്ണിടിച്ചിലുണ്ടാകുന്ന മേഖലയാണ്. വീണ്ടും മണ്ണിടിയുമോ, ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയ്ക്കിടയിൽ നിന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നത്. കനത്ത വെല്ലുവിളി, മഴ കനത്ത വെല്ലുവിളി ഉയർത്തുകയാണ്. ആ മേഖലയിൽ വലിയ മഴ, ശക്തമായ മഴ അനുഭവപ്പെടുന്നു. ഇതിനിടയിലാണ് രക്ഷാപ്രവർത്തനം.